ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ബ്ലോഗ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ്. അപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അടുത്ത ദിവസം. അപ്പോൾ അതിനേക്ക് വേണ്ട കുറച്ച് പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടി ഈ ഒരു വീഡിയോയിലായിരിക്കും ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് 24th ആണ്, നാളെ 25th വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. നാളത്തെ വീഡിയോ കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു മഞ്ഞൾ എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ മാർക്കറ്റിലാണ്. നമുക്ക് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടുള്ള ഡെക്കറേറ്റിംഗ് ഐറ്റംസും പിന്നെ നമ്മൾ കപ്പ് കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതിനുള്ള ബേക്കിംഗ് ടൂൾസൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ. നമ്മൾ ഡെക്കറേറ്റിംഗ് ഐറ്റംസൊക്കെ മേടിക്കാൻ വേണ്ടി വേറെ ഷോപ്പൊക്കെ നോക്കി, പക്ഷേ സൺഡേ ആയതുകൊണ്ട് എല്ലാം ക്ലോസ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇതേ കിട്ടിയുള്ളൂ. ഇവിടുന്ന് പിന്നെ നമ്മൾ ബലൂണ് അങ്ങനെ ഡെക്കറേറ്റിംഗ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ മേടിച്ചു. നമ്മളെന്തെടുക്കാൻ പോയി ഓപ്പൺ ചെയ്ത് ഇതിനകത്തുള്ളത് സൺഫ്ലവർ ഓയിൽ 3 ടേബിൾ സ്പൂൺ, അതുപോലെ തന്നെ 2 മുട്ട, പിന്നെ വാനില എസൻസ്. മുട്ടയുടെ മണം അറിയാതിരിക്കാൻ വേണ്ടിയാണ് വാനില എസൻസ്. നമ്മളിപ്പോൾ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കപ്പ് കേക്കിൻ്റെ മുകളിൽ ലഡ്ഡു ചെറുതായിട്ട് പൊടിച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ കപ്പ് കേക്ക് സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് ഒക്കെയാണ്. പക്ഷേങ്കിൽ നമ്മൾ ക്രീം നമുക്ക് ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ക്രീം ചെയ്തപ്പം ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേക്ക് പൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പം തലേദിവസം നൈറ്റാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെക്കുന്നത്. നാളെ രാവിലെ നമ്മൾ എടുക്കുകയുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ ഇന്നാണ് ശരിക്കും ആനിവേഴ്സറി ഡേ എന്ന് പറയുന്നത്. വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ നമ്മൾ ഇൻവൈറ്റ് ചെയ്തുള്ളൂ. വളരെ അടുത്ത് താമസിക്കുന്ന റിലേറ്റീവ്സും ഫ്രണ്ട്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ചെറുതായിട്ടാണ് ഫംഗ്ഷൻ നടത്തിയത്. നമ്മൾ ശരിക്കും രാവിലെ മുതലുള്ള വീഡിയോസ് എടുക്കണം എന്ന് വിചാരിച്ചു. നമ്മൾ രാവിലെ ടെമ്പിളിലൊക്കെ പോയി അതൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ നൈറ്റ് ഡെക്കറേറ്റ് ചെയ്തു, അതിൻ്റെ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ഡെക്കറേഷൻ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കിടന്നപ്പോൾ തന്നെ വെളുപ്പിനെയായതുകൊണ്ട് ലേറ്റായിട്ട് എണീറ്റായതുകൊണ്ട് രാവിലെ വീഡിയോ എടുപ്പൊന്നും നടന്നില്ല. ആളുകളൊക്കെ വന്ന് തുടങ്ങിയപ്പോഴാണ് നമ്മൾ വീഡിയോ എടുത്തത്. പറഞ്ഞ പോലെ തന്നെ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ അടുത്തുള്ള കുറച്ച് റിലേറ്റീവ്സും കുറച്ച് ഫ്രണ്ട്സും മാത്രമുള്ള ചെറിയ ഫംഗ്ഷനായിരുന്നു. ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. കട്ട് ചെയ്തു ആദ്യം
നമ്മുടെ കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോക്കോ പിസ്ത കേക്കാണ്. നമ്മുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്നൊരു കളർ വെച്ചിട്ടാണ് നമ്മൾ ചോക്കോ പിസ്ത പറഞ്ഞിരുന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു ഹോം ബേക്കേഴ്സായ അന്ന കേക്കറി എന്ന് പറഞ്ഞിട്ട് ഹോം ബേക്കേഴ്സിൻ്റെ അടുത്ത് നിന്നാണ് നമ്മൾ കേക്ക് മേടിച്ചത്. നമ്മളുടെ ഇവിടെ വീട്ടിലെ എല്ലാ ഫംഗ്ഷനും നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് കേക്ക് മേടിക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റ്, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ചേട്ടന് ഗിഫ്റ്റ് കൊടുക്കേണ്ടത് ഞാൻ തൊളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അതിനുള്ള ക്ലൂസ്. പക്ഷെ കണ്ടാണ് സംഭവം, ചേട്ടൻ പോയി കണ്ടുപിടിക്കട്ടെ. കിടപ്പുമുറിയിലെ ജനാലയുടെ മറവിലില്ല. ഞാനൊന്ന് ക്ഷീണിക്കും. ഞാനാണ് അടുത്ത ഈ വീട്ടിൽ ചേട്ടൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വെച്ച് ഒന്ന്. ഞാനാണ് അടുത്ത ക്ലൂ. ഈ വീട്ടിൽ ചേട്ടൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വെച്ച് വന്നു. ചെടിയായിരിക്കും. ചെടി. ഞാനാണ് അടുത്ത ക്ലൂ. ഈ വീട്ടിൽ ചേട്ടൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വെച്ച ഒന്ന്. ചെടി. ഇനി കളികൾ താഴെ പേപ്പർ തന്നെയാണ്. ആ കിട്ടി. ക്യാമറയിൽ വെച്ച് കൊടുത്താണ്. അടുക്കളയിൽ പോവുക, മുകളിലേക്ക് കപ്പോട് ഇറങ്ങുക. എന്നെ വിശക്കുമ്പോൾ ഞാൻ പറയാം. നമ്മുടെ പ്രോത്സാഹനമാണ്. എനിക്ക് സോപ്പോട്ടി ചില ആളുകൾ ഒരു കാര്യം ഇല്ലെങ്കിലും എന്നെ ഇടയ്ക്കിടയ്ക്ക് വെറുതെ തുറന്നു നോക്കും. ഫ്രിഡ്ജ്. ഒരു കാര്യമില്ല എടുത്തു വിൻസെന്റ്. താങ്കൾ സമ്മാനത്തിന്റെ അടുത്തെത്താറായി. താങ്കൾ പോകുന്ന അഴുക്കിനെ വൃത്തിയാക്കാൻ സഹായിക്കുമെന്നായി കാണിക്കുന്നു. അഴുക്ക് ബ്രഷ്, സോപ്പ്. ഒരവസ്ഥ താങ്കൾ സോപ്പ്. എന്റെ ഷിഫ്റ്റ് കഴിഞ്ഞു.
എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞു. എത്ര നാൾ ഉപയോഗിച്ച സാധനം എന്തായിരുന്നു? ഇത് ഇന്നത്തെ സാധനം ഇന്ന് കൊണ്ടുവച്ചതല്ലേ? ആ മറ്റു സാധനം. പിന്നെ സാധനം അപ്പോൾ ഇത്ര നല്ല ഗിഫ്റ്റൊക്കെ എനിക്ക് നമ്മൾ പാറവിന് ഒരുപാട് ഇതിപ്പോ തരാമേ. ഇതാരാ 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 അതാരാ? നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണിയാണ്. നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ചേച്ചീൻ്റെ അടുത്ത് നമ്മൾ ഏൽപ്പിച്ചതായിരുന്നു. 25 പേർക്കുള്ള ചിക്കൻ ബിരിയാണി. നല്ല ഫുഡാണ്.